അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നീക്കി വയ്ക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി ചേർക്കാം. കൂടെ ഒരു 2 പച്ചമുളക് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം, അരഞ്ഞു പോകരുത്. അപ്പോൾ ഇതാ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ട് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. നമുക്കറിയാം ബീഫിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ ഒരു കൂട്ട് ഇതിൽ ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. സമയമില്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയാണ്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുന്നില്ല. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് വേവാനായിട്ട് വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് തുറന്നെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ബീഫിൻ്റെയൊക്കെ വേവ് അനുസരിച്ചിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ബീഫ് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുകയൊന്നും ചെയ്തത്. ഒരു 80-90% വെന്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 3 വിസിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 വിസിലിന് ശേഷം തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് നമ്മൾ തുറന്നെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഫ്രൈ ഒക്കെ ആകുമ്പോൾ ഒട്ടും ഗ്രേവി ഇല്ലാണ്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ വെള്ളം നിങ്ങൾക്ക് ഈ ഒരു മീറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പരന്നൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ആ ബീഫ് വെന്ത് ഉടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത്രയധികം വെള്ളം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് വറ്റിക്കുന്നത്. ഇത് നന്നായിട്ട് കൂട്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിനായിട്ട് അടികട്ടിയുള്ളൊരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 5-6 വെളുത്തുള്ളി തൊലി കളഞ്ഞ് മുഴുവനോട് തന്നെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 സവോളയാണ് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ എടുത്ത് ഉപ്പ് ചേർത്താൽ മതി. സവോളയുടെ വലുപ്പം അനുസരിച്ചിട്ടൊക്കെ അതിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഈ ഒരു സവോള നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരെ വേവിക്കാം. അതിൻ്റെ കളറൊന്നും തീരെ അങ്ങ് മാറിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ വേവിച്ച് വറ്റിച്ചെടുത്തിരിക്കുന്ന ആ ബീഫ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഈർപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വറ്റി പോകണം. അതുകൊണ്ടാണ് തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും അടികട്ടിയുള്ളൊരു പാൻ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യമൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് വറ്റി അതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരണം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വീണ്ടും ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തീ നല്ല കൂട്ടിയിട്ട് തന്നെയാണ് ഇത് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് തീരെ ഇപ്പോഴും തന്നെ ഡ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീ അല്പം കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അളവിൽ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. നല്ല എരിവെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് നോക്കാം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഒന്ന് ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എത്രത്തോളം നിങ്ങൾക്കിത് ഡ്രൈ ആക്കി എടുക്കണം അത്രയും നമുക്കിതുപോലെ ഇളക്കി ഇതിൻ്റെ ഗ്രേവിയൊക്കെ അങ്ങ് വറ്റിച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇതുപോലെ ഫ്രൈ ആക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീ അങ്ങ് ഓഫാക്കിയിടുകയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് ഇളക്കി ഇത് ഡ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. നല്ല എരിവെന്നൊന്നും പറയാനില്ല. ഞാനിവിടെ എരിവിനായിട്ട് 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി അത്രയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവൊക്കെ നോക്കിയിട്ട് എരിവിൻ്റെ അളവൊക്കെ ക്രമീകരിക്കണേ. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ. ഇതിപ്പോൾ നല്ല ചൂടോടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ്. കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.